മഞ്ഞുമലകൾ, ഐസ്ബർഗ് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? എനിക്ക് ഓർമ്മ വരുന്നത് പ്രശസ്തമായ ടൈറ്റാനിക് കപ്പൽ ദുരന്തമാണ്. 1912 ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച് അമേരിക്കയിലേക്കുള്ള യാത്രാമധ്യേ അറ്റ്ലാന്റിക്കിൽ ഒരു മഞ്ഞുമലയിൽ കൂട്ടിയിടിച്ച് കടലിലേക്ക് പോയ ആഡംബര കപ്പൽ. ഇപ്പോൾ റീസെന്റ് ടൈമിൽ നമ്മൾ ഒരു വാർത്ത കേട്ടിരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ, ഏറ്റവും വലിയ മഞ്ഞുമലയായ A23A എന്ന് പറയുന്ന ഗ്ലേഷ്യർ അറ്റ്ലാന്റിക്കിൽ നിന്നും അടർന്ന് ഒഴുകി തുടങ്ങി. ഏതാണ്ട് 30 കൊല്ലത്തോളമായി അറ്റ്ലാന്റിക്കിൽ നിന്നിരുന്ന ഈ ഗ്ലേഷ്യർ ഇപ്പോൾ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് നമ്മളത് ക്ലോസായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ കുറിച്ച് പഠിക്കുന്ന വിദഗ്ധർ. കാരണം ഇത്തരത്തിലെ ഒരു ഗ്ലേഷ്യർ ഒഴുകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പാതയുണ്ട്. ആ പാതയിലൂടെ അത് ഒഴുകി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ പാത മാറി ഒരു മനുഷ്യവാസമുള്ള പ്രദേശത്തേക്കാണ് ഈ ഗ്ലേഷ്യർ വരുന്നതെങ്കിൽ സുനാമി പോലുള്ള വലിയ ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മഞ്ഞുമല? മഞ്ഞുമലയുടെ ആയുസ് എത്രയാണ്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നമുക്കതൊന്ന് നോക്കാം. ഒരു മഞ്ഞുമലയുടെ 10% മാത്രമാണ് നമ്മൾ കടലിന്റെ മുകളിൽ കാണുന്നത്. അതായത് നമ്മൾ കാണുന്നതിന്റെ 90% കാണാമറിയത്ത് കടലിന്റെ കീഴിലുണ്ട്. അപ്പോൾ നമുക്ക് പുറമെ കാണുമ്പോൾ എത്ര ഭീകരമാണ് എന്ന് മഞ്ഞുമലയെ കണ്ടാൽ തോന്നുന്നു, അതിന്റെ ഒരുപാട് ഇരട്ടിയോളം താഴത്തേക്ക് അതിഭീകരമായ ഒരു രൂപം അതിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു മഞ്ഞുമലയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 3 മുതൽ 6 വർഷം വരെ. ഉദാഹരണത്തിന് ടൈറ്റാനിക് ഇടിച്ച മഞ്ഞുമലയെ നമ്മൾ കണക്കിലെടുക്കുകയാണ്. പഠനങ്ങൾ പ്രകാരം ആ മഞ്ഞുമല 1910 രൂപം കൊണ്ടത്. പിന്നീട് 1915 അത് ഗൾഫ് സ്ട്രീമിലെത്തി അലിഞ്ഞു തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ മഞ്ഞുമലയുടെ ആയുസ് ഏകദേശം 5 കൊല്ലത്തോളം വരും. എന്നാൽ 100 കൊല്ലത്തോളം ആയുസുള്ള 100 കൊല്ലത്തോളമായി നിലനിൽക്കുന്ന മഞ്ഞുമലകൾ നമ്മുടെ ലോകത്തുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറഞ്ഞ A23A എന്ന് പറയുന്ന മഞ്ഞുമല, അത് ഒരു 2 ലണ്ടൻ നഗരത്തിനോളം വലിപ്പമുള്ള മഞ്ഞുമലയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും വലിയ മഞ്ഞുമല എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു 4 കൊല്ലമോ 5 കൊല്ലമോ മാത്രം ആയുസുള്ളൊരു മഞ്ഞുമലയായിരിക്കും. ചിലപ്പോൾ 50, 80, 100 കൊല്ലം ആയുസ് അത്തരം മഞ്ഞുമലകൾക്ക് ഉണ്ടായിരിക്കും. പ്രധാനമായും മഞ്ഞുമലകൾ രൂപം കൊള്ളുന്നത് ഗ്രീൻലാൻഡ്, അന്റാർട്ടിക് മേഖലകളിലാണ്. ഈ മേഖലകളിൽ രൂപം കൊള്ളുന്ന മഞ്ഞുമലകൾ ചിലപ്പോൾ വർഷങ്ങളോളം അവിടെ തന്നെ നിലനിൽക്കാറുണ്ട്. എന്നാൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് അവ അവിടെ നിന്നും അടർന്ന് ഒഴുകി വരികയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ഒഴുകി വരുന്ന മഞ്ഞുമലകൾ നേരത്തെ പറഞ്ഞ അതിൻ്റെതായിട്ടുള്ള പാതയിലൂടെ ഒഴുകി കടലിലെത്താറുണ്ട്, പിന്നീട് കടലിൽ അടിഞ്ഞു ചേരാറുണ്ട്. എന്നാൽ മനുഷ്യവാസമുള്ള ചില പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കപ്പൽ പോലുള്ള യാത്രകൾ ചെയ്യുന്ന കപ്പൽ ചാലുകളിലേക്കോ ഇത്തരം മഞ്ഞുമലകൾ എത്തിയാൽ ടൈറ്റാനിക് ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത A23A എന്ന് പറയുന്ന മഞ്ഞുമലയെ ഇത്ര അധികം പഠനവിധേയമാക്കി ശ്രദ്ധിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. കാരണം ഇത്രയും വലിയ മഞ്ഞുമല ലോകത്തിന് നേരെ വരുമ്പോൾ ഇത് എവിടെ ചെന്ന് വരുന്നു എന്നുള്ളത് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി ദുരന്തം പോലുള്ള കാര്യങ്ങൾ ഇതിന് കാരണമായി മാറിയേക്കാം. മഞ്ഞുമലകളെ പ്രധാനമായി സ്വാധീനിക്കുന്നത് പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പുതിയതായി നമ്മൾ നേരത്തെ പരാമർശിച്ച A23A എന്ന് പറയുന്ന മഞ്ഞുമല പോലും അവിടെ നിന്ന് അടർന്നു വരുന്നതിനുള്ള പ്രധാന കാരണം കാലപ്പഴക്കം മാത്രമല്ല, പ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്ന അതിതീവ്രമായ താപനില കൂടുതലുള്ളതുകൊണ്ടാണ്. ഇതെല്ലാം നമ്മൾ മനുഷ്യരുടെ കയ്യിലാണ് എന്നുള്ളതാണ് പരമമായ സത്യം. പ്രകൃതിയെ നമ്മൾ എത്രത്തോളം കരുതലോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ അത്രത്തോളം പ്രകൃതി നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഇനി നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ്.